കുറച്ച് മതി, ഒത്തിരി കൊണ്ടുപോയി ചൂടായോണ്ട് ചിലപ്പോൾ. തക്കാളിയും വഴുതനങ്ങായും ഒക്കെ നിൽപ്പുണ്ട്. കണ്ട ഇവിടെ വഴുതനങ്ങ പച്ചമുളകൊക്കെ ഇഷ്ടം പോലെ നിൽക്കുന്നു, പക്ഷെ നമുക്ക് അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടിരിക്കുകയാണ്. ആ കളഞ്ഞേര്. ഇന്നലെ ഇട്ടില്ലേ? പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നിനി മേല് കഴുകുന്നില്ല? മേല് കഴിഞ്ഞ കുളിച്ചേ ഞാൻ ഇറങ്ങി. എന്തൊരു ചൂടാ പ്രിയങ്ങളെ, നിങ്ങൾക്കൊക്കെ ചൂട് കാണുമല്ലോ. കീരിയോ ഇത്ര സ്പീഡിൽ ഓടുന്നു? എന്തൊരു ചൂടാ, ചൂട് സഹിക്കാൻ വയ്യ, തളരുവാ. പിന്നെ ഇന്ന് വന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. എന്തൊക്കെയാ മേടിച്ചതെന്ന് ചോദിച്ചാൽ ഒരു തണ്ണിമത്തം മേടിച്ചിട്ടുണ്ട്, പേരയ്ക്ക, പിന്നെ കറുത്ത മുന്തിരിങ്ങയില്ല, അത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അടുക്കളയിൽ ഇന്ന് പ്രത്യേകിച്ച് വലിയ പണികളൊന്നുമില്ല, ചോറും കറികളൊക്കെ ഇരിപ്പുണ്ട്. ഇന്ന് ഇത്തിരി സൗണ്ട് കുറച്ച് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹൗസ് ഓണർ വന്നിട്ടുണ്ട്, അദ്ദേഹം അവിടെ ഉണ്ട്. നമ്മുടെ ഈ വീട്ടിൽ തന്നെ 2 മുറി നിറയെ സാധനങ്ങൾ മാറ്റിയിട്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവരുടെ തന്നെ ഫർണിച്ചർ, ഫ്രിഡ്ജ് അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം കൂടെ ആ 2 മുറിക്കകത്ത് ആക്കിയേക്കും. അപ്പോൾ ഇന്നിവിടെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനും വേണ്ടിയിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെ ഒരു പണിയൊക്കെ നടക്കുന്നത്, സെപ്റ്റിക് ടാങ്കൊക്കെ മാറ്റുന്നു, അങ്ങനെ എന്തൊക്കെ പണികൾ ഇവിടുത്തെ. അപ്പോൾ അദ്ദേഹം വന്നിട്ടുണ്ട്, അദ്ദേഹം ആ റൂമിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സൗമ്യത കേട്ടോ. അപ്പോൾ ഇന്നിപ്പം അടുക്കളയിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പണികളൊന്നുമില്ല, ചോറും കറികളും ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനൊന്ന് കുളിച്ച് ജപിച്ചൊക്കെ വരാം. എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറഞ്ഞോ കമൻറ്റൊക്കെ വായിച്ചോ ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താതെ ഇപ്പോൾ വരാം. എലിയാണോ അണ്ണാനാണോ ഓടുന്നതെന്ന് അറിയത്തില്ല കേട്ടോ, ഭയങ്കര ബഹളമുണ്ട്. എന്തായാലും കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ, സ്വർഗീയാനുഗ്രഹഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കുളിയും ജപമൊക്കെ കഴിഞ്ഞ് വന്നു. ഇന്ന് ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് നമ്മുടെ ആതിരക്കുട്ടിയുടെ വകയായിരുന്നു. എന്നെ ഉച്ചയ്ക്ക് ഫോൺ വിളിച്ചു, അപ്പം കഴിച്ചോന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് മുത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യുവാന്നും പറഞ്ഞുകൊണ്ട് ഓർഡർ ചെയ്തു. അപ്പം എനിക്കൊരു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞാനത് കുറച്ച് കഴിച്ചു. എൻ്റെ കഴിപ്പ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫുള്ളത് കഴിച്ച് തീർക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കുറച്ച് കഴിച്ചു, ബാക്കി ഞാൻ ഇങ്ങോട്ട് കൊടുത്തു വിട്ടു. മുത്തിൻ്റെയും മോനുകുട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെയും കൊടുത്തു വിട്ടു. പിന്നെ മുത്തിനുള്ള സ്പെഷ്യൽ ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതും കഴിച്ചു. അവൻ കഴിച്ചെന്ന് തോന്നുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ അവർക്ക് അതൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, അത് മുത്ത് കഴിച്ചെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഒരു കറിയുണ്ട്, അത്
ഞങ്ങൾ കഴിച്ചു. അതിന് ബാക്കി മോനുകുട്ടി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം അവർക്ക് എന്താ പറയുന്നത്, ചോറ് ഞാൻ എന്തായാലും എനിക്ക് ഇച്ചിരി ചോറ് വേണം. ഞാൻ ചോറൊക്കെ എടുത്ത് വെച്ചേക്കുന്നു. നമ്മുടെ ഇന്നലത്തെ പഴുത്തമാങ്ങ കറിയുണ്ട്, മെഴുക്കുവരട്ടിയുണ്ട്, പിന്നെ ഈ ചിക്കൻ കറിയൊക്കെ നമുക്ക് ചൂടാക്കണം. അപ്പം അതൊക്കെ എടുത്ത് വെളിയിലോട്ട് വെച്ച് തണുപ്പൊക്കെ ഒന്ന് മാറട്ടെ. ഞാൻ ഇന്നലെ കുളിച്ച് കഴിഞ്ഞപ്പോഴേ എനിക്കൊരു വിശപ്പുണ്ട്. അപ്പം ഞാൻ ഇന്നലെ നമ്മുടെ എന്താ ബർഗറൊക്കെ മേടിക്കാൻ കയറിയെന്ന് പറഞ്ഞില്ല, അവിടെ ഒരു ബോർമയുള്ള ബേക്കറി കേട്ടോ. അപ്പോൾ അവർ ഉണ്ടാക്കുന്ന ബന്നും സ്പഞ്ച് കേക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ സ്പഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. സ്പഞ്ച് വാങ്ങിച്ചാൽ അതിൽ ഒരെണ്ണം കഴിക്കാം. പിന്നെ RA ഫാക്ടറും യൂറിക് ആസിഡും TSH ഒക്കെ നോക്കാൻ കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് കിട്ടിയിട്ട് ഡോക്ടറെ കാണിക്കണം. ഇന്നലെ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു പ്രിയങ്ങളെ, കാലിൻ്റെ വേദനയൊക്കെ കുറഞ്ഞായിരുന്നു. ഇന്ന് എനിക്ക് വേദനയുണ്ട്. എന്തായാലും അതൊക്കെ ഒന്ന് നോക്കിയേക്കാം എന്ന് വിചാരിച്ച് അതിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിസൾട്ട് കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് ഡോക്ടറെ കാണിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെൻ്റെ പപ്പയുള്ള സമയത്ത് പപ്പ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും ഇതുപോലത്തെയൊക്കെ കൊണ്ടുവരും. അന്ന് വെട്ട് കേക്ക് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ആ കേക്ക് കൊണ്ടുവരും. പിന്നെ ഈ സ്പഞ്ച് അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു കൊണ്ടുവരും. ഇപ്പോഴും ഇത് കഴിക്കുമ്പം എനിക്ക് പപ്പയെ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. ആ ടേസ്റ്റ് ഒന്നുമല്ല, ടേസ്റ്റൊക്കെ വ്യത്യാസം വന്നു, എന്നാലും ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കേട്ടോ. ഒന്നാമത്തെ കാര്യം സോഫ്റ്റാണ്, പിന്നെ ഇത് ടേസ്റ്റിയുമാണ്. നിങ്ങളെ ഞാൻ കാര്യം കാണിക്കാം. വേറെ ഒന്നുമല്ല, ഡ്രസ്സാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. ഇട്ടൊക്കെ നോക്കി, എന്നിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാൻ അന്നേരം എന്തോ പറ്റിയില്ല കേട്ടോ. ഞാൻ കാണിക്കാം. ഇത് 3 പീസ് സെറ്റാണ്, ഷോളും പാൻറ്റും എല്ലാം കൂടി ഉള്ളതാട്ടോ. നല്ല കളറാണ്, എനിക്ക് കളർ ഇഷ്ടപ്പെട്ടു പ്രിയങ്ങളെ. ഇത് കണ്ടോ, നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ടോപ്പാണ്, എനിക്കിഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. പക്ഷേ എനിക്ക് കഴുത്തിച്ചിരി, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കഴുത്ത് ഒരുപാട് ഇറങ്ങിക്കിടക്കുന്ന ഇഷ്ടമാണ്. ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ ഇത്രയും വരുന്നതാണ് എനിക്കിഷ്ടം. അപ്പം ഇത് ഇച്ചിരി ഇങ്ങനെ, ഇത് ഇവിടെ വർക്ക് ഉള്ളതുകൊണ്ടായിരിക്കും ഈ ഒരു ചെറിയൊരു ബീഡ്സ് പോലെ കൊടുത്തിട്ടില്ല, അതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ ഇങ്ങനെ ഒന്ന് ഇറങ്ങിക്കിടക്കും. അതുകൊണ്ട് ഞാനിതിവിടെ ഒന്ന് ടൈറ്റ് ആക്കണം. കൈക്ക് ഇവിടെ ഒരിത്തിരി വണ്ണം കുറയ്ക്കണം. വേറെ എല്ലാം കറക്റ്റാണ് കേട്ടോ. എങ്ങനെയുണ്ട്? ഓശാന ഞായറാഴ്ച പള്ളിയിലിടാൻ വിചാരിച്ചു, പക്ഷെ അന്ന് വൈറ്റ് ഇടാനാണ് പ്ലാൻ. ഇപ്പം ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പാൻറ്റുണ്ട്, ഷോളുണ്ട്. ഷോള് കാണിക്കാം. ചുരുട്ടി കൂട്ടി വെച്ചു. ഇട്ട് നോക്കിയിട്ട് ഈ സ്റ്റാൻഡിലോട്ട് എടുത്ത് വെച്ചേക്കുമായിരുന്നു. മടക്കി വെക്കാൻ സാവകാശം കിട്ടിയില്ല. ഇതാണ് ഷോൾ, നല്ല ഷോളാണ്. കൊള്ളാമോ? ഇതിൻ്റെ കളറാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് റെഡൊക്കെ ഇടാം, പക്ഷെ ഇതിന് ഷാളും പാൻറ്റും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അത് തന്നെ യൂസാക്കാം എന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം ഓർഡർ ചെയ്ത് കറക്റ്റ് 40 ആണ് എനിക്ക് സൈസ് വന്നത്. പക്ഷെ എനിക്ക് 40 സൈസ് പറ്റത്തില്ല, 42 വേണം, അതാണ് കറക്റ്റ്. അതായത് ചിലത് എനിക്ക് ലാർജ് സൈസ് കറക്റ്റാണ്, 42 തന്നെ വന്നാൽ കറക്റ്റാണ്. ചില ബ്രാൻഡ് നമുക്ക് ലാർജ് സൈസ് എന്ന് പറഞ്ഞെടുക്കുമ്പോൾ 40 ഇഞ്ചേ വരത്തുള്ളൂ. അതൊരു ഇവിടെ ഒക്കെ ടൈറ്റാണ്, ഇറക്കമൊന്നുമല്ല, ഇതൊക്കെ ടൈറ്റാണ്. ഇത് 42 ഉണ്ട്. അപ്പോൾ അത് ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് സൈസ് മാറ്റി മേടിച്ചത് വീണ്ടും അങ്ങനെ വന്നിരിക്കുന്നതാണ്. ഇതിനെയും ഒരു ദിവസം അതൊന്ന് ഓൾട്ടർ ചെയ്ത് ഈ പറയുന്ന പോലുള്ള റീമേക്കൊക്കെ ചെയ്തിട്ട് വേണം ഇടാൻ. നമുക്ക് മെഷീൻ ഉണ്ട്, പക്ഷേ സൂചി എവിടാ, നൂലെവിടാ, ഇതൊന്നും അറിയത്തില്ല, എവിടെയോ ഇരിക്കുകയാണ്. മോനുകുട്ടൻ്റെ യൂണിഫോം പാൻറ് ഒന്ന് കീറിയിട്ട് അത് തയ്ക്കാൻ പോലും പറ്റത്തില്ല. കാരണം ഇതൊക്കെ സാധനങ്ങൾ എവിടാണെന്നുള്ളത് അറിയത്തില്ല. എല്ലാം കാർട്ടിനകത്ത് കൊണ്ടുവന്നത് അത്യാവശ്യമുള്ളത്, ഞാൻ പറഞ്ഞില്ല, പാത്രങ്ങൾ പോലും വളരെ കുറച്ച് മാത്രം എടുത്ത് വെളിയിലോട്ട് വെച്ചേക്കുന്നു. ബാക്കിയെല്ലാം അതിനകത്തൊക്കെ തന്നെ വെച്ച് നമ്മൾ അവിടെ എവിടെയൊക്കെ വെച്ചിരിക്കുകയാണ്. എല്ലാം കൂടെ നിരത്തി വെക്കാനുള്ള സ്ഥലവും ഇതില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തയ്ക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്.
അമ്മയുടെ അടുക്ക കൊണ്ടുപോയി തയ്ക്കാൻ പറ്റുമോ, മെഷീൻ റെഡി ആയിരിക്കുവാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ, ചോദിക്കണം. പിന്നെ വേറെ ഒരെണ്ണമുണ്ട്, വേറൊരു ചുരിദാറും ഇതുപോലെ ഓൾട്ടർ ചെയ്യാൻ ഇരിപ്പുണ്ട്. അത് പക്ഷെ നല്ലപോലെ വണ്ണം കുഴയ്ക്കാനും ഒക്കെ ഉണ്ട്. ഇച്ചിരി സൈസ് വലുതായിപ്പോയി. അത് സൈസ് നോക്കാതെ എടുത്തോണ്ട് പോകുന്നത്. രാജൻ ടെക്സ്റ്റൈൽസിൽ നിന്ന് മേടിച്ചതാണ്. നമ്മുടെ ലാവൻഡർ കളറാണ് കേട്ടോ. അത് വേണമെങ്കിലും നമ്മുടെ ഓശാന, ഞായറാഴ്ച അങ്ങനെയൊക്കെയുള്ള പള്ളിയിൽ നല്ല പള്ളിയിലിടാൻ നല്ലതാണ്. പക്ഷെ അത് സൈസ് ഒരുപാട് ഓൾട്ടർ ചെയ്തെടുക്കണം. അതുകൊണ്ട് അതിങ്ങനെ വെച്ചേക്കണം. അതും ഇതുപോലെ 3 പീസിൻ്റെ സെറ്റാണ് കേട്ടോ. പാൻറ്റും ഷോളും എല്ലാം ഉണ്ട്. കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു, മുത്തിനും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ്. പക്ഷെ ഇതുവരെ ഇടാൻ പറ്റിയില്ല. പിന്നെന്താണ് പ്രിയകളെ, ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലായിരുന്നു. വേറെ കുറച്ച് ജോലികളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ എന്താ പറയുന്നത്, എന്തോ ഒരു ഇതുണ്ട് കേട്ടോ. എന്തുവാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നാളെ എന്തായാലും റിസൾട്ടൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറെ ഒന്ന് കാണാം. ചോറ് മതി എനിക്ക് കേട്ടോ. അച്ചാച്ചന്റെ ഹെഡ് മസാജിങ് ആയിരുന്നു അവിടെ. ഇത് വേണോ? വേണം. കുക്കുംബർ അരിഞ്ഞത് ഇടട്ടെ അതിനകത്ത്. ഇടട്ടെ. പെപ്പർ മണം ചൂടാക്കണം. ഇതാ ഇപ്പൊ എല്ലാരും കഴിക്കൂടാ. ആതിരേക്ക് താങ്ക്സ് പറഞ്ഞു. ചക്കരി ഉമ്മ. നമുക്കുള്ള ചോറ് റെഡി ആവട്ടെ, ഒന്ന് ചൂടാക്കട്ടെ. ആതിരേക്ക് താങ്ക്സ് പറഞ്ഞു. നീ പറഞ്ഞോടാ. ഇന്ന് ബ്ലഡ് കണ്ട പേടിയാന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ ചുമ്മാ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടു. ആ ഷോർട്ട് വീഡിയോ ചുമ്മാ ചുമ്മാ അതൊരു ഒരു ഫോർമൽ വീഡിയോ അങ്ങനെ ചെയ്തതാണ്. അയ്യോ, അതിനകത്തൊരു മറിയാമ്മ വന്ന് പറഞ്ഞു ഇതൊക്കെ നാട്ടുകാരോട് എന്തിനാ പറയുന്നത്. മറിയാമ്മയ്ക്ക് അതുകൊണ്ട് എന്താണ് ഉപദ്രവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ എന്തോ ആളെ കൂട്ടാനാന്ന്. ആളെ കൂട്ടാൻ എന്തെല്ലാം ചെയ്യും. നമ്മൾ അങ്ങനെയുള്ള തോന്നിയവാസം ഒന്നും ചെയ്യുന്നില്ലല്ലോ. അയ്യോ, അപ്പൊ ഞാൻ അതിന് മറുപടിയൊക്കെ ഇട്ടിട്ടുണ്ട്. മറിയാമ്മ സ്വീകരിക്കുന്നെങ്കിൽ സ്വീകരിക്കട്ടെ, അതല്ല വീണ്ടും അങ്ങനെയൊക്കെ ചൊറിഞ്ഞോണ്ടിരിക്കാനാണ് നമുക്ക് ബ്ലോക്കണം. ഒരു മറിയാമ്മ ഉണ്ടായിരുന്നു അതുപോലെ കേട്ടോ. ഞാൻ ബ്ലോക്ക് ചെയ്തതാണ്. മര്യാദക്കൊക്കെ നോക്കിയിട്ടൊന്നും പറ്റാഞ്ഞതിന് ബ്ലോക്ക് വിട്ടതാണ്. ഞാൻ മറിയാമ്മയാണോ ഈ മറിയാമ്മ എന്നുള്ളത് അല്ലല്ല കേട്ടോ, വേറെയാണ്. അല്ലെ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാമല്ലോ. പുള്ളിക്കാരി കമന്റ് ഇടുന്ന പബ്ലിക് കാണത്തില്ലേ? പുള്ളിക്കാരി കമന്റ് ഇടുന്നത് എല്ലാരും കാണുന്നേ. പുള്ളിക്കാരി അല്ലേ നമ്മുടെ ആളെ കിട്ടുന്നത്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ. നമ്മളെന്തിനാ യൂട്യൂബും ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്നവരെന്തിനാ? നമുക്ക് ആളെ കൂട്ടാനാണ്. നമുക്ക് ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സോ ഫോളോവേഴ്സോ കൂട്ടാൻ തന്നെ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ മെനക്കെട്ടിരുന്ന് ഇതിനൊക്കെ പോകേണ്ട കാര്യമുണ്ട്. എന്തൊക്കെ നല്ല സാധനമാണേ. നീ പോ, എനിക്ക് നോക്ക് ബാക്കി നോക്ക്. എനിക്ക് നോക്കിട്ട് പോയാൽ എടാ ഇത് വിഷമാണ്. അല്ല എനർജി കേക്ക്, എനർജി സീറോ. ഞാൻ സമ്മതിക്കട്ടെ, കേക്കല്ല എനർജി സീറോ, ടോട്ടൽ ഷുഗർ സീറോ, ആഡഡ് ഷുഗർ സീറോ, ടോട്ടൽ ഫാറ്റ് സീറോ, പ്രോട്ടീൻ ആകെ ഉള്ളത് സോഡിയമാണ്. സോഡിയം ബോഡി ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല. നല്ല അത് ദേഷ്യം വരും. ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഞാൻ വരൂ. ഞാൻ കഴിക്കാൻ കഴിച്ചോ, ഞാൻ വരൂ. ചോറോളം സാറിടയ്ക്ക് വന്നതാ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും രാത്രിയിൽ അദ്ദേഹത്തിന് കുടിക്കാൻ ചൂടുവെള്ളം വേണമായിരുന്നു. അപ്പൊ ഇന്നിപ്പോ കഴിച്ചിട്ടൊക്കെ വന്നതാണ്. ചൂടുവെള്ളം മേടിക്കാൻ വന്നതാ. നമുക്ക് ചോറുണ്ണാം. ചോറ് വിളമ്പി. ഇത് നമ്മുടെ അതിരക്കുട്ടി അയച്ച സ്പെഷ്യലാണ്. ചിക്കൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. ചിക്കൻ കറിയാന്ന് തോന്നുന്നു. ഞാൻ അന്നേരം കഴിച്ചില്ലായിരുന്നു. അപ്പം ഇച്ചിരി എടുത്തിട്ടുണ്ട്.
പിന്നെ പയർ മെഴുക്ക് വരട്ടി, പഴുത്ത മാങ്ങാക്കറി. മോനിക്കുട്ടി നിന്ന് ബിരിയാണി ആയതുകൊണ്ട് ഇത് കഴിക്കാൻ പറ്റിയില്ല. കഴിക്കട്ടെ. എല്ലാ പേരോടും സ്നേഹം, സന്തോഷം, പരസ്പരം പ്രാർത്ഥനയോടെ ഇരിക്കാം. നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.